ഇപ്പോൾ ഒന്നൊരു വാർത്തയിലേക്ക്. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന ആരോപണം. വയറുവേദനയുമായി എത്തിയ യുവാവിന്റെ കാൽ പൂർണ്ണമായും മരവിച്ചെന്ന പരാതി. കാൽ അനക്കാൻ പോലും പറ്റുന്നില്ലെന്ന് മാരായമുട്ടം സ്വദേശി ജിഷ്ണു പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞില്ലെന്ന് ജിഷ്ണുവിന്റെ അമ്മ റിപ്പോർട്ടിനോട് പറഞ്ഞു. മൂന്നാമത്തെ ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെയാണ് സംഭവം. അപ്പോഴാണ് നെയ്യാറ്റിൻകര ആശുപത്രി കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ അവർ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വേദന കുറവില്ലാത്തതുകൊണ്ട് പിന്നെ അവർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോഴത്തേക്കും 5 മിനിറ്റ് കഴിഞ്ഞില്ല, 10-15 മിനിറ്റ് ആവുമ്പോൾ കാലൊരു മരവിപ്പ് പോലെ വന്ന് കാല് പിന്നെ അവനെടുക്കാൻ പറ്റാതെ വന്നു. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്കെന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊന്നും ശരിയാവാത്തതുകൊണ്ട് അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ ആണോ യുവാവിന് നൽകിയത്? എന്താണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം? യുവാവിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണിപ്പോൾ? ആര്യ, നെയ്യാറ്റിൻകര മാരായമുട്ടം സ്വദേശിയാണ് ജിഷ്ണു. ഇക്കഴിഞ്ഞ 10-ാം തീയതി വയറുവേദനയുമായിട്ടാണ് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാർ പ്രാഥമികമായി കണക്കാക്കിയത് ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമെന്ന് കരുതി ഒരു ഇഞ്ചക്ഷൻ അന്ന് നൽകിയിരുന്നു. അന്ന് ജിഷ്ണു അവിടെ നിന്ന് മടങ്ങിപ്പോയി. പക്ഷേ വയറുവേദന കുറയാത്തതിന് പിന്നാലെ പിറ്റേ ദിവസം 11-ാം തീയതി വീണ്ടും ആശുപത്രിയിലെത്തി. സഹോദരനൊപ്പമാണ് എത്തിയത്. അന്ന് ഇഞ്ചക്ഷൻ നൽകുന്നതിന് മുൻപ് തന്നെ അലർജിക്കുള്ള ഒരു ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. അതിനുശേഷം കുഴപ്പമൊന്നും ഇല്ലാത്തതിനെ തുടർന്നാണ് വീണ്ടും ആ ഇഞ്ചക്ഷൻ നൽകിയത്. ഈ 2 ഇഞ്ചക്ഷനും, അതായത് 10-ാം തീയതി നൽകിയതും 11-ാം തീയതി നൽകിയ 3 ഇഞ്ചക്ഷനുകൾ, അങ്ങനെ മൂന്നാമത്തെ ഇഞ്ചക്ഷനും നൽകിയിരിക്കുന്നത് ഇടത് കാലിലാണ്. അങ്ങനെ ഈ കാല് മരവിച്ചു എന്നുള്ളതാണ് നിലവിൽ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഈ കാല് മരവിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ സ്ഥലത്തുള്ള നെയ്യാറ്റിൻകര പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് ഇത് ഏറ്റെടുക്കില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടർമാരോട് പങ്കുവച്ചു എന്നുള്ളതാണ് നിലവിൽ കുടുംബം പറയുന്നത്. അതിന് പിന്നാലെയാണ് ഈ അമ്മ അനിതകുമാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ ജിഷ്ണുവിനെ എത്തിച്ചത്. 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിർധന കുടുംബത്തിലെ ഈ ഒരു കുടുംബമാണ് ജിഷ്ണുവിൻ്റെ. അവിടെ നെയ്യാറ്റിൻകര ഒരു പലചരക്ക് കടയിലെ ലോഡിംഗ് തൊഴിലാളിയാണ്. 25 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് ഇപ്പോൾ ഈ കാല് എടുക്കാൻ പറ്റുന്നില്ല. കാല് അനക്കാൻ പോലും കഴിയാതെ കഠിനമായിട്ടുള്ള വേദനയിൽ തുടരുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സ നടന്നു വരുന്നുണ്ട്. MRI സ്കാൻ എടുത്തപ്പോൾ ഈ കാലിൽ നീര് കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ന്യൂറോ അടക്കമുള്ള ഡോക്ടർമാർ നാളെ വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്താൻ ഇരിക്കുമ്പോഴാണ് ഈ വിവരം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഈ വിഷയത്തിൽ എന്താണ് ഡോക്ടർമാർക്ക് സംഭവിച്ചതെന്നുള്ളത് ഇതുവരെയും ഈ കുടുംബത്തോട് പറഞ്ഞിട്ടില്ല എന്നും ഈ ജിഷ്ണുവിന്റെ അമ്മ അനിതകുമാരി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അരുൺ, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം അവർ നൽകിയോ? ഈ യുവാവിന്റെ അമ്മ ആശുപത്രിയെ സമീപിച്ചിരുന്നോ? എന്ത് ഇഞ്ചക്ഷനാണ് എടുത്തത് എന്ന തരത്തിലുള്ള വിവരം ആശുപത്രി അധികൃതർ അമ്മയോട് പങ്കുവച്ചോ? നിലവിൽ ആര്യ, ഇതിൽ ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് കണക്കാക്കിയാണ് 2 ഇഞ്ചക്ഷനും, അതായത് ഒരു അലർജിയുടെ ഇഞ്ചക്ഷന് പുറമെ 2 ഇഞ്ചക്ഷൻ 2 ദിവസങ്ങളിലായിട്ടാണ് നൽകിയത്. രണ്ടും ഗ്യാസിന് കൊടുത്തിട്ടുള്ള ഇഞ്ചക്ഷനാണ്. അപ്പോൾ വയറുവേദന മാത്രമാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. ആദ്യഘട്ടത്തിൽ 10-ാം തീയതി ആശുപത്രിയിൽ പോകുമ്പോൾ ഈ യുവാവിന് ഛർദിയുടെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. 11-ാം തീയതി ഛർദിയുടെ പ്രശ്നം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, കേൾക്കാമോ? ജിഷ്ണു, എന്നാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത് ഈ വയറുവേദനയുമായി? ഞാൻ വയറുവേദനയായിട്ടാണ് പോയി. നല്ല വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. 2-3 വട്ടം ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർമാർ എന്താണ് പറഞ്ഞത് പരിശോധിച്ചതിന് ശേഷം? ഡോക്ടർമാര് പരിശോധിച്ചും അവര് പറഞ്ഞ ഇത് മരുന്നിന്റെ ഒന്നും അല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പരാതിയുമായി വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്നിരുന്നു അല്ലേ? കാല് മരവിച്ചതിന് ശേഷം അതേ ഡോക്ടറെ അടുത്ത് ചെന്നിരുന്നു അല്ലേ? കാല് മരവിച്ച പറഞ്ഞായിരുന്നു, എനിക്ക് അനക്കാൻ പറ്റുന്നില്ല, വെള്ളമൊന്നും അനക്കാൻ പറ്റുന്നില്ല, സ്വയം കാല് പൊക്കാൻ പറ്റുന്നില്ല. അപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ ഇത് അവര് റിപ്പോർട്ട് എഴുതിയതിന് ഈ മസിൽ എന്ന് പിടിച്ച് കയറിയെന്നാണ്, കാല് മസിൽ കയറിയെന്നും പറഞ്ഞാണ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരുന്നത്. നിലവിലെ ആരോഗ്യാവസ്ഥ ഉടൻ തന്നെ മാറുമെന്നുള്ളൊരു വിശദീകരണം എന്തെങ്കിലും ഡോക്ടർമാർ തന്നിട്ടുണ്ടോ അവിടെ നിന്നും? ഡോക്ടർമാർ പറഞ്ഞു MRI സ്കാനിങ്ങിൽ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇത് എനിക്കാണെങ്കിൽ നടുവിന്റെ അവിടെ തൊട്ട് കാലിന്റെ ഭാഗം വരെ നല്ല പെയിനാണ്. എനിക്കാണെങ്കിൽ കാല് സ്വയം പൊക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തുടർ ചികിത്സകൾ ഇപ്പോൾ എവിടെയാണ് ജിഷ്ണു നടത്തുന്നത്? മെഡിക്കൽ കോളേജ്. ഓക്കെ, മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ എന്താണ് പറയുന്നത്? മെഡിക്കൽ കോളേജിൽ പറഞ്ഞ് ഞാൻ സ്വയം തന്നെ കാല് പൊക്കാൻ നോക്കണം. എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല സ്വയം പൊക്കാൻ. എനിക്ക് അവിടെ സഹായം വേണം. ബാത്റൂമിൽ പോയാലും ഞാൻ വീൽ ചെയറിലാണ് പോകുന്നത്. എന്റെ വീട്ടില് ഞാൻ എന്റെ ചേട്ടന് മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ കിഡ്നി പേഷ്യന്റ് ആണ്. അവിടുത്തെ അച്ഛൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്.
ഓക്കെ, വീട്ടിലെ കാര്യം ഞാൻ എന്റെ ചേട്ടനെ മാത്രം വാങ്ങിക്കൊണ്ട് നടക്കണം. അപ്പൊ സാഹചര്യം എന്റെ ഈ അവസ്ഥയായ വളരെ ഗുരുതരമായ ഞാനും കൂടെ ഇങ്ങനെയായ അവസ്ഥയിൽ പെട്ടാൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജിഷ്ണു തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചത്. വളരെ ഗുരുതരമായ ചികിത്സാ പിഴവെന്നാണ് ജിഷ്ണുവിന്റെയും ആരോപണം. ഇപ്പോഴും നിലവിൽ ആരോഗ്യസ്ഥിതി അതേപടി തന്നെ തുടരുകയാണ്.